വെള്ളൂർ സെൻട്രൽ ആർട്സ് കർഷകരെ ആദരിച്ചു. ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. വെള്ളൂർ സെൻട്രൽ ആർട്സ് ക്ലബിൻ്റെ 45-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച എൻ്റെ ഗ്രാമം പച്ചക്കറി ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി കൃഷി മത്സരം സംഘടിപ്പിച്ചു. മികച്ച പ്രതികരണമാണ് മത്സരത്തിന് ലഭിച്ചത്. മത്സരത്തിൽ വിജയികളായവർക്കുള്ള പുരസ്കാര വിതരണം ക്ലബ് അങ്കണത്തിൽ നടന്നു. VK കൃഷ്ണൻ സ്വാഗതവും V നാരായണൻ അധ്യക്ഷതയും വഹിച്ച ചടങ്ങ് കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വെള്ളൂർ സെൻട്രൽ ആർട്സിൻ്റെ 45-ാം വാർഷികത്തിൻ്റെ ഭാഗമായി പച്ചക്കറി കൃഷി ചെയ്യുന്ന മികച്ച കർഷകരെ ആദരിക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യമാണ്. ഹൃദയം നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി അറിയിക്കുന്നു. നമ്മളെല്ലാവരും കൃഷി ചെയ്യുന്നില്ല, പക്ഷേ നമ്മളെല്ലാവരും ഭക്ഷണം കഴിക്കുന്നുണ്ട്. കൃഷി ചെയ്യുന്നത് കൊണ്ടാണ് ഭക്ഷണം ഉണ്ടാകുന്നത്. ഒരാളും കൃഷി ചെയ്യുന്നില്ല എങ്കിൽ ഒരു ഭക്ഷണവും ഉണ്ടാവുകയും ഇല്ല. ഒരു ചെറിയ വിഭാഗം എല്ലാവർക്കും വേണ്ടി ഭക്ഷണത്തിനാവശ്യമായ വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് കൃഷി എന്ന് വിളിക്കുന്നത്. ഒരു ചെറിയ വിഭാഗം എല്ലാവർക്കും വേണ്ടി ഭക്ഷണ വസ്തുക്കൾ ഉൽപ്പാദിപ്പിച്ചെടുക്കുന്ന പ്രക്രിയ വിളിക്കുന്ന പേരാണ് കൃഷി. ഈ ചെറിയ വിഭാഗം ഈ പരിപാടി അങ്ങ് നിർത്താൻ തീരുമാനിച്ചാൽ ഒരു വലിയ വിഭാഗം പട്ടിണി കിടന്ന് മരിക്കുകയേ നിർവാഹമുള്ളൂ. ഇത് നമ്മൾ ഗൗരവതരമായി കാണുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. സമൂഹവും സർക്കാരുകളും ഗൗരവതരമായി അഭിമുഖീകരിക്കേണ്ടുന്ന ഒരു പ്രശ്നമാണ്. ഈ കൃഷി ചെയ്യുന്നത് തുടർന്നുകൊണ്ട് പോകുമ്പോഴാണ് നമുക്ക് ഭക്ഷണം തുടർന്ന് കഴിക്കാൻ പറ്റില്ല. ലോകത്തെ എല്ലായിടത്തെയും അവസ്ഥ ഇതാണ്. ലോകത്തെ ഏതെങ്കിലും ഒരു കോണിൽ അത് അല്ലാതെ നടക്കുന്നതേയില്ല. ഈ കൃഷിയുടെ കാര്യത്തിൽ ആധുനിക ശാസ്ത്ര സാങ്കേതികത ഉൾപ്പെടെ ഉപയോഗിച്ച് നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. C കൃഷ്ണൻ, V കുഞ്ഞികൃഷ്ണൻ, KP ജ്യോതി, KV ബാബു, അനുജ രവീന്ദ്രൻ, KV ഷീന, VK കൃഷ്ണൻ, PV മനോജ് എന്നിവരും ചടങ്ങിൽ സംബന്ധിച്ചു. ഗ്രൂപ്പ് വിഭാഗത്തിൽ GS ഗ്രൂപ്പ് കാറമേൽ, CPM അഞ്ചങ്ങാടി ബ്രാഞ്ച്, KSKTU വെള്ളൂർ നോർത്ത് എന്നിവരും, വ്യക്തിഗത മത്സരത്തിൽ PV ഭവാനി കാറമേൽ, K രവീന്ദ്രൻ വെള്ളൂർ, KBR കണ്ണൻ എന്നിവരും സമ്മാനങ്ങൾ കരസ്ഥമാക്കി. കർഷകരുടെ കൂട്ടായ്മയായ പയ്യന്നൂർ മില്ലറ്റ് കഫയുടെ പ്രവർത്തകർ ഒരുക്കിയ ചെറുധാന്യങ്ങളുടെയും ജൈവ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെയും പ്രദർശനവും വിൽപ്പനയും കർഷകരുടെ വിഷരഹിത പച്ചക്കറി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും പരിപാടിയുടെ ഭാഗമായി നടന്നു. തുടർന്ന് നാടൻപാട്ടും ലഹരിക്കെതിരെ സെൻട്രൽ ആർട്സ് വനിതാവേദി അവതരിപ്പിച്ച ജീവിതം തന്നെ ലഹരി സംഗീത ശില്പവും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ. ശ്വാസം വലിച്ചോട്ടെ. എത്ര വയസ്സ് വരെ പാൽ കൊടുത്തു? 1 വയസ്സ് വരെ. കണ്ടില്ലേ, ഇപ്പോഴത്തെ കുട്ടികളുടെ IQ ലെവൽ വളരെ ഹൈ ആണ്. അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യവും അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും. ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ. നിങ്ങൾ കഴിക്കണം. ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ.